പോകുന്നു കാര്യങ്ങൾ. How was the day today? Anything special? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് കുഴപ്പമില്ല. എനിക്ക് കുറച്ച് കഴിഞ്ഞ ദിവസം മുന്നേ ആയിട്ട് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന വെച്ചാൽ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കാര്യങ്ങളാണ് മെയിൻ. ഈയിടെയായിട്ട് മാമിന് UPSC പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? UPSC പ്രിപ്പറേഷൻ ഇപ്പോൾ വർക്കിൽ കയറിയതിന് ശേഷം ഡിഫറെൻ്റ് ആണ്. നമ്മൾ വർക്കിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക എക്സ്ട്രാ ടൈം കൊടുത്തിരിക്കണ്ട. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഈസിനെസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക് പ്രഷർ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 year ഈ ഒരു ജേർണിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജ് ഇത്രയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് അത് മെൻ്റലി നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിപ്പോവും. ഇനി എത്ര കാലം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടേ എന്ന് ആലോചിക്കുമ്പോഴുള്ള ആ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും മൈൻഡിലുണ്ട്. കാരണം ബാക്കിയുള്ള എക്സാം പോലല്ലോ, ഡിഗ്രി ഒക്കെ എക്സാം എഴുതുന്നതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് എന്തായാലും കിട്ടും അല്ലേ. ഒന്നെങ്കിൽ പാസ്സാവും ഒന്നെങ്കിൽ ഫെയിലാവും. പക്ഷെ എന്നാലും നമുക്ക് പാസ്സാവും എന്നുള്ളതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ. ഇതെന്ന് പറയുമ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇത് വർക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഈസിനെസ് ഉണ്ട് സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇടയ്ക്ക് ഈ ഒരു അൺസർട്ടനിറ്റി ഇങ്ങനെ കയറി വന്നു. മാമിന് എന്താണ് ഈ ഒരു UPSC പ്രിപ്പയർ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത്? കണ്ടിന്യൂ ചെയ്യാൻ ഓഫ്കോഴ്സ് ആ ഒരു ജോബിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഒന്നും നോക്കാണ്ട് ഇത്രയും ഒരു 3 കൊല്ലം ഇതിന് വേണ്ടിയിട്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് PG പോലും ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു. ഞാൻ 8th പറഞ്ഞ ചെറിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എനിക്ക് 9th 10th ഒക്കെ ആകുമ്പോൾ എനിക്ക് സയൻസ് സബ്ജക്റ്റ് തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പം വെറും ഹ്യൂമാനിറ്റീസ് ഇതിൽക്ക് എന്ന് വിചാരിച്ച് തന്നെ ഒരു ഇറങ്ങി പുറപ്പെട്ടു. അപ്പം ആ ഒരു ജോബിൻ്റെ ഒരു പ്രസ്റ്റീജ് നമുക്ക് നമ്മളാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമല്ലോ. പിന്നെ അഫ്കോഴ്സ് ഇപ്പോൾ ഈ സിനിമ കാണുന്നതും അതൊക്കെ ഒരു ഫാക്ടറായിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ കൂടുതലും ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് റിയാക്ട് ചെയ്യുന്ന കൂടുതലുള്ള ഫാമിലിയാണ്. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ചെറുപ്പം തൊട്ടേ ഉള്ളിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറ്റം വരുത്തണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് വന്നൊരു കാര്യമാണ് ഈ ഒരു IAS പൊസിഷന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. അതിനുവേണ്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ കൂടുതൽ ഞാൻ തോന്നുന്നു ഡിഗ്രി സമയത്താണ് കൂടുതൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നന്നായി നോക്കിയൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വൽ പ്രിപ്പറേഷൻ ഡിഗ്രി കഴിഞ്ഞ ശേഷം സ്റ്റാർട്ട് ചെയ്തത്. മാമിന് ഈയിടെയായിട്ട് എന്താണ് മാമിന് എക്സ്പീരിയൻസ് ചെയ്തത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി അബൌട്ട് എക്സാം? എക്സാമിന് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വാസ്റ്റ് സിലബസാണ്. കുറേ കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ നമുക്ക് അറിയുന്ന വിഷയങ്ങളും അറിയാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മാത്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീക്ക് സബ്ജക്റ്റാണ്. അതുപോലെ സയൻസ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വലിയ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. അപ്പം അത് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ടാസ്ക്കായി പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ. നമുക്ക് അറിയുന്നപ്പോൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് തീരെ കുഴപ്പമില്ല. കാരണം നമ്മൾ ഡിഗ്രി +1 +2 ഡിഗ്രി ഒക്കെ ആ ഒരു മേഖലയായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ ഈ ഒരു സബ്ജക്ട്സിലോട്ട് വരുമ്പോൾ കുറച്ച് സ്ട്രെസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ബാക്കി നമ്മളെ ഫാമിലി വൈസ് നോക്കുക വെച്ചെങ്കിൽ ടു ബി വെരി ഓണസ്റ്റ് ഈ ഒരു ഡിസംബർ വരെയാണ് എൻ്റെ കല്യാണം കഴിയണ വരെ എനിക്ക് വീട്ടിലത്തെ പ്രശ്നം ഒത്തിരി ഉണ്ടാകും. കാരണം വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ 5 പെൺകുട്ടികളാണ്, ഞാൻ 4ാമത്തെ ആളാണ്. ഉപ്പ ഞാനൊരു ഡിഗ്രി 3rd year ആകുമ്പോൾ കംപ്ലീറ്റ്ലി നിർത്തി പോകുന്നതാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. കാരണം ലോൺ എടുത്തതിൻ്റെ ആയാലും അല്ല ഉപ്പ ഗൾഫിൽ നിന്ന് ജോലി ഏകദേശം ഇങ്ങനെ കുറച്ച് ഇതായതൊന്നും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിസിനസ് ഭയങ്കരമായിട്ട് താഴോട്ട് പോയതൊന്നും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിഗ്രി ഒരു 3rd year തൊട്ടേ നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് നന്നായിട്ട് വീട്ടിലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കോവിഡ് കൂടെ ആയപ്പോൾ പിന്നെ ഉമ്മക്ക് ഹാർട്ട് ഇഷ്യൂസൊക്കെ വന്നു വീട്ടിൽ. പിന്നെ അനിയത്തി ഡയബറ്റിക് പേഷ്യൻ്റ്, അനിയത്തി ജുവനൈൽ ഡയബറ്റിക്സാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2 പേരെ കല്യാണം മാത്രം വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ 3 പേരുടെ പഠനം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് അത്യാവശ്യം സ്ട്രെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ സ്കോളർഷിപ്പിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. എന്നാലും നമുക്ക് ഈ ഒരു ഹോസ്റ്റൽ ഫീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ തട്ടിമുട്ടും ഇങ്ങനെ ചെയ്തു പോയിരുന്നു. നമുക്ക് ഇക്കാക്കന്മാരുണ്ടായിരുന്നു, താത്തമാർ,
ഫ്രണ്ട്സ് അവരൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇയർ പോയത്. സെക്കൻഡ് ഇയർ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തു. എന്നാലും വീട്ടിൽ നിന്നുള്ള സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്നുള്ള സ്ട്രെസ് ഫാക്ടർ ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം ഉമ്മാക്ക് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ബ്രേക്ക് എടുത്താൽ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ആൺകുട്ടികളില്ലാത്തതിൻ്റെ ഒരു ഉണ്ട്. എന്നാലും നമ്മളെ പറ്റുന്ന പോലെ ചെയ്യും. പക്ഷെ ആ ഫൈനാൻഷ്യൽ സ്ട്രെസ് നമുക്ക് ഒരു സ്ഥലത്ത് എത്താണ്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ട്രെസ് ഫാക്ടർ ഫാമിലി വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വലിവ് എൻ്റെ പ്രിപ്പറേഷനിൽ എപ്പോഴും വന്നിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഇയർ ഓഫ് പ്രിപ്പറേഷനിലായാലും എനിക്ക് ഒരു 2 to 3 months കംപ്ലീറ്റ്ലി വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ സാഹചര്യം എന്താ പറയുക, പഠിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഈ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. എത്രയെന്ന് വെച്ചാൽ നമ്മൾ അതെന്തെങ്കിലും നടന്നോട്ടേ നമുക്ക് വെക്കാറില്ല. എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് എനിക്കൊരിക്കലും അങ്ങനെ പറ്റില്ല. അതായത് വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ പോട്ടെ, എനിക്ക് എൻ്റെ പഠനമാണ് എന്നുള്ളതിരിക്കാൻ എൻ്റെ നേച്ചർ അങ്ങനെയല്ല. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എനിക്ക് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്നാൽ കഴിയുന്ന രീതിയിലാക്കാണ്ട് എനിക്കിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലായിക്കഴിഞ്ഞാൽ എനിക്ക് പഠിത്തത്തിൻ്റെത് നോക്കാനൊരു ചിലപ്പോൾ ഒരു 30% പറ്റും. എന്നാലും ഈ ഒരു UPSC പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എനിക്കൊരു ഡിസംബർ വരെയൊക്കെ നമ്മളെ കല്യാണത്തിൻ്റെ ആയാലും പഠിപ്പിച്ചാണ് 2 പേരെ കല്യാണം കൂടെ ഒരുമിച്ച് നടത്തിയതൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രഷറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സ്ട്രെസ് ഫാക്ടർ ഇതുവരെ ഉണ്ട്. ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പഠനം എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എനിക്ക് എൻ്റെ UPSC പ്രിപ്പറേഷനിൽ ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. മാം ഇപ്പം 3 year ആയിട്ടില്ല നോക്കുന്നു? ഞാൻ 2022 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. മാമിന് ഈ നിലവിലിപ്പം ഫിയർ ഓഫ് ഫെയിലിയർ എത്രത്തോളം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? പരീക്ഷയുടെ റിസൾട്ടിനോട് അടുക്കില്ലേ, അപ്പോഴാണ് ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ അല്ലാണ്ട് കൂടെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ യൂസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വർഷം ഒരു എക്സാം എഴുതിയിട്ടുണ്ടോ വെച്ചെങ്കിലും സൈഡിൽ കൂടെ വെറുതെ പോയി PSC എക്സാം ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ PSCക്ക് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് എന്തായാലും അതിന് വർക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എനിക്ക് ഇപ്പം അടുത്തുണ്ടായത് എനിക്ക് ഭയങ്കര വിഷമമൊന്നുമില്ല ഫെയിലിയർ. എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അത് ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് എഴുതിയതാണ്. അപ്പോൾ ആള് ക്ലിയറായി. അല്ല, അഫ്കോഴ്സ് ഹാപ്പിയാണ് ആള് ക്ലിയർ ചെയ്തില്ല. പക്ഷെ അപ്പോഴും ഒരു ഫാക്ടറാണ് നിൽക്കുന്നത്. ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഫൈൻ. പക്ഷെ ആ വിചാരിച്ചൊരു ലക്ഷ്യത്തിലേക്ക് എന്തെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ട് ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ളത് പറ്റാത്ത ആ ഒരു അഫ്കോഴ്സ് ആ ഒരു ഫെയിലിയർ ഫെയർ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രക്കങ്ങില്ല. പക്ഷെ ഇതിൻ്റെ ഒരു റിയാലിറ്റി അറിയുന്നതുകൊണ്ടായിരിക്കണം ഭയങ്കരമായിട്ടില്ല, മാനേജബിൾ ആയിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ UPSC ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ജോലിയിൽ എനിക്ക് കയറാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ മാനേജബിൾ ആണ് ഫിയർ ഓഫ് ഫെയിലിയർ. Ma'am, how do you manage feelings of self-doubt during your preparation? എനിക്ക് എന്താ പറയുക, എനിക്ക് നല്ല ഹോൾഡുള്ള ഏരിയാസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് ഞാൻ അത് ആലോചിച്ചിട്ടാണ് ഒന്നുകൂടി ആ ഒരു കോൺഫിഡൻസ് കൂട്ടാറ്. ഇത്രയും എനിക്കറിയാലോ, അതിൽ ഈ ഒരു ഭാഗം മാത്രമാണല്ലോ എനിക്കൊരു വീക്ക്നെസ് ഉള്ളതെന്ന് ആലോചിച്ചിട്ടാണ് ആ ഒരു സെൽഫ് ഡൗട്ടിന് ഞാൻ എങ്ങനെയും ഒന്ന് ഇതാക്കി പോകാറ്. മാമിന് ഈ ഡിഫിക്കൽട്ടി ഫേസസ് വന്ന സമയത്തും മാം എങ്ങനെ അത് സ്റ്റേ പോസിറ്റീവായിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്? നമുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മളെപ്പോഴല്ലേ പഠിച്ചവരോട് പ്രാർത്ഥിക്കും. ആ ഒരു റിലീജിയസ് കാര്യങ്ങൾ ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം അത് വിചാരിക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നാളെത്തുമ്പോൾ നമുക്ക് ഇതൊക്കെ കടന്ന് ഒരു നല്ല കാലം പഠിച്ച വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിൽ കൂടെ ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ അങ്ങനെ ആയിട്ടുള്ളൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡൗൺ ആവുന്ന സമയത്തും റിലീജിയസ് ആയിട്ട് കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് ഒന്നും കൂടി സമയം സ്പെൻഡ് ചെയ്തിട്ട് അതിനെ മേക്കപ്പ് ചെയ്ത് പോകാനാണ് ചെയ്യാറ്. അത് വെച്ചിട്ട് അമ്പ് ഡൗൺ ആയിട്ട് ഇരിക്കാറ് വളരെ കുറവാണ്. ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാനുള്ള ഒറ്റക്ക് ആ ടൈമിൽ അത് ഇതാക്കി തീർക്കും. പിന്നെ ഈ ബേൺഔട്ട്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ബേൺഔട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? എൻ്റെ ഒരു വേ എന്ന് വെച്ചാൽ ഞാൻ കരഞ്ഞു തീർക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കും. എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്തും ഞാൻ കരഞ്ഞു തീർക്കും. അത് ആരും മുന്നിലല്ല. അത്രയും ഞാൻ ചിലപ്പോൾ അത്രയും ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ കല്യാണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം അത് റെയർ ആയിട്ടുള്ള. ബാക്കിയെല്ലാം ഞാൻ
മാക്സിമം ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് തന്നെ അത് കരഞ്ഞ് പറഞ്ഞു തീർത്ത് ഞാൻ എന്നോട് തന്നെ അത് പറഞ്ഞു തീർത്തിട്ടാണ് അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോകുന്നത്. മാം എന്തൊക്കെ മെത്തേഡ്സ് ആണ് മാം യൂഷ്വലി ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് റിലാക്സേഷൻ ആയിട്ട് ചെയ്യുന്നത്? ഞാൻ ബ്രേക്ക് എടുക്കും. ഒന്നെങ്കിൽ ഞാൻ വീട്ടിൽ കൂടെ കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡീസ് എന്നുള്ളതേ മാറ്റി നിർത്തി കംപ്ലീറ്റ്ലി റിലാക്സ് ആവും. ഇതിനോട് എന്താ പറയുക, ഒരു ഷോർട്ട് ബ്രേക്ക് തന്നെ എടുക്കും, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. പിന്നെ ഇതിൽ കിടന്നിട്ട് ഞാൻ ഓക്കെ മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കും. പഠിച്ചുകൊണ്ട് തന്നെ റിലാക്സേഷൻ എനിക്ക് പോസിബിൾ അല്ല. അപ്പം ഞാൻ ഒന്നും കൂടി താഴേക്ക് വലിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഇതിന് വിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു 2 to 3 ഡേയ്സോ ചിലപ്പോൾ ഞാൻ ഒരു 1 വീക്കൊക്കെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് തിരിച്ചു വരാൻ, ആ പ്രിപ്പറേഷൻ്റെ ട്രാക്കിലേക്ക് പിന്നെയും വരാനാണ് നോക്കാറ്. കൂടുതലും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അതാണ് കുറച്ചുകൂടി റിലാക്സേഷൻ. മാം എങ്ങനെയാണ് ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഇമോഷണൽ വെൽബീങ്ങിനെ പ്രിപ്പയർ ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ പറയാം, ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ട്. കാരണം ഞങ്ങളുടെ ഫാമിലി തന്നെ ഇത്രയും പ്രായമായിട്ട് കല്യാണം കഴിച്ചിട്ട് നമുക്ക് പൊതുവെ അറിയാലോ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിക്കാനുള്ള കോൺസെപ്റ്റ്. ഞങ്ങളുടെ വീട്ടിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു 5 പേരിൽ ഞാനായിരിക്കും 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും 26, 27 താത്താമാരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ അഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പഠിക്കാൻ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ പഠിച്ച് എവിടെയും എത്തിക്കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതാണ്. നമ്മൾ ഈ ഒരു എയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്താൻ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആയാലും എല്ലാവർക്കും ഈ ഒരു ഫീൽഡ് അറിയുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ആ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇപ്പം എത്ര നമ്മളെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാലോ. നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, അതുള്ളത് കൊണ്ടുള്ള ഒരു മാനസിക പിരിമുറുക്കം എപ്പോഴും ഉണ്ടാകും. അത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ വീട്ടിൽ, എങ്ങനെ അതാണ്. ബാക്കി ഇമോഷണൽ വൈസ് ആയാലും എല്ലാ വയസ്സും സപ്പോർട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അടിപൊളിയായിട്ട്. മാം വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് യു ടു മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഡ്യൂറിംഗ് UPSC പ്രിപ്പറേഷൻ? പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റി ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. UPSCയുടെ അതുണ്ടെങ്കിൽ എത്ര എന്താ പറയുക ഫെയിലിയർ വന്നാലും നമുക്ക് ആ ഒരു ഇതിൽ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. UPSCനെ കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇതിങ്ങനെയാണ്, ഈ പരീക്ഷ ഇങ്ങനെയാണ്, ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ്, ഒരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട് എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കി നിൽക്കുമ്പോൾ പോസിറ്റിവിറ്റി വന്നോളും. മനസ്സിലാക്കാണ്ട് നമ്മൾ ഇത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക ഫിലിംസ് എഴുതി കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോൾ ഭയങ്കര ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും. അത് ഞാൻ എവിടെ എത്തുന്നില്ല എന്നുള്ളത് കാലാകാലം വിചാരിച്ചുകൊണ്ടെന്ന നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് വരും. കാരണം നമുക്ക് ഈ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ മാർക്കൊക്കെ നമ്മളെ ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി, കാരണം എത്ര ഇവിടെ ഹയസ്റ്റ് മാർക്ക് ഒരു ടെസ്റ്റ് സീരീസിൽ വാങ്ങിച്ച ആളും പാസ്സാവണമെന്ന് എവിടെയും നിർബന്ധമല്ല. അങ്ങനത്തെ ആൾക്കാർ ഇത്ര ഇപ്പോൾ 200-ൽ 164 മാർക്കുള്ള ടെസ്റ്റ് സീരീസ് വാങ്ങിച്ചവർ പോലും റിയൽ ഫിലിംസ് പാസ്സാകാത്തവരുണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ചവരാവാം ഒരു പക്ഷേ ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു എക്സാമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു പോസിറ്റിവിറ്റി കുറേയൊക്കെ നിലനിർത്താൻ പറ്റും ഈ ഒരു ജോലിയിൽ. മാം എന്താണ് സ്റ്റുഡൻസിന്